வாழ்க வையகம் வாழ்க வையகம் வாழ்க வளமுடன். യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം അധ്യായം 10 ഭാഗം 2. അനുഗ്രഹവും മന്ത്രവും. അനുഗ്രഹത്തിന് മന്ത്രോച്ചാരണത്തെക്കാൾ ഫലസിദ്ധിയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ അതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. മന്ത്രോച്ചാരണത്തിന് പ്രത്യേക സമയവും സ്ഥലവും നോക്കേണ്ടതുണ്ട്. എന്നാൽ അനുഗ്രഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. മന്ത്രോച്ചാരണം മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ചില മന്ത്രങ്ങളിലെ ശബ്ദതരങ്ങളുടെ പ്രത്യേക ക്രോഡീകരണം ഫലസിദ്ധി നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പരിധിവരെ മാത്രമേ മന്ത്രോർജം വ്യാപിക്കുന്നുള്ളൂ. പല മന്ത്രങ്ങളും ഫലസിദ്ധി ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല, അവയുടെ തെറ്റായ ഉച്ചാരണം ജപിക്കുന്ന വ്യക്തിയെ പ്രതികൂലമായി ബാധിച്ചേക്കാനും മതി. എന്നാൽ അനുഗ്രഹം വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. അത് മന്ത്രജപത്തേക്കാൾ ശക്തവും ഊർജിതവും ദൈവികവുമത്രേ. അനുഗ്രഹകർമ്മത്തിന് പ്രത്യേക സമയമോ സ്ഥലമോ അവസരമോ ആവശ്യമില്ല. പ്രത്യേക പ്രവൃത്തികളിലൊന്നും ആമഗ്നരാവാതെ വെറുതെ ഇരിക്കുന്ന അവസരങ്ങളിൽ എന്തിന്, ഏതെങ്കിലും കാര്യത്തിനായി ക്യൂ നിൽക്കുന്ന സമയത്തോ ഒരു വാഹനത്തിന് റോഡരികിൽ കാത്തു നിൽക്കുമ്പോൾ പോലുമോ നമുക്ക് മറ്റുള്ളവരെ വാഴ്ത്താവുന്നതാണ്. ആരെയാണോ അനുഗ്രഹിക്കേണ്ടത് ആ വ്യക്തിയുടെ പ്രസന്ന ചിത്രം മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം 10-20 പ്രാവശ്യം ആ വ്യക്തിയെ ആശീർവദിക്കുക. തുടർന്ന് അടുത്ത വ്യക്തിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുക. അനുഗ്രഹ കർമ്മം പരിശീലിച്ച് പതിവായി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പരിശീലിക്കപ്പെടാത്ത ഒരു തത്വം മാത്രമായി, നന്മ നിറഞ്ഞ ഒരു ചിന്ത മാത്രമായി, നിറവേറ്റപ്പെടാത്ത അനേകം തീരുമാനങ്ങളിലൊന്നായി അനുഗ്രഹവും മാറും. ഏതു സിദ്ധാന്തവും എത്ര ഉദാത്തമായാലും യഥാക്രമം പരിശീലിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ഗുണപ്രദമാവുകയുള്ളൂ. കർമ്മയോഗ പദ്ധതിയിൽ ധ്യാനത്തിന് ശേഷമാണ് നാം അനുഗ്രഹം ചെയ്യുന്നത്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ധ്യാനമുഹൂർത്തത്തിൽ നാം മനസ്സിൻ്റെ ഏറ്റവും പ്രശാന്തമായ മേഖലകളിലാണ് വർത്തിക്കുന്നത്. ആ നിമിഷങ്ങളിൽ നമ്മുടെ മാനസിക ദോലനങ്ങൾ അതിസൂക്ഷ്മമായി മാറുന്നു. ഈ സൂക്ഷ്മതലത്തിൽ നിന്നുകൊണ്ട് നാം അനുഗ്രഹിക്കുമ്പോൾ അത് കൂടുതൽ പ്രയോഗക്ഷമമാകുന്നു. ഈ അനുഗ്രഹകർമ്മത്തിൻ്റെ ക്രമമെന്തെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തി ആദ്യം അനുഗ്രഹിക്കേണ്ടത് അവനവനെ തന്നെയാണ്. അതായത് ശരീരത്തിലെ ഓരോ കോശത്തെയും, ജനിതക മുദ്രകളെയും പ്രാണശക്തിയെയും വ്യക്തി ആശീർവദിക്കുന്നു. അനുഗ്രഹവചനങ്ങൾ താഴെ പറയുന്ന പ്രകാരമായിരിക്കണം. സർവേശ്വര, അവിടുത്തെ അനന്തമായ കാരുണ്യവർഷം കൊണ്ട് ഈയുള്ളവന് ആയുരാരോഗ്യം, ക്ഷേമാഭിവൃദ്ധികളും വിവേകവും ശാന്തിയും എന്നും എല്ലായിടങ്ങളിലും എല്ലാ നേരങ്ങളിലും അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരുത്തേണമേ. ഇതിലും മഹത്തരമായ ഒരു അഭിലാഷം, ആശീർവാദം മറ്റെന്താണുള്ളത്? ആത്മീയ സാധനയുടെ പൂർത്തീകരണത്തിന് നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണാരോഗ്യം അത്യാവശ്യമാണ്. അതിനാലാണ് ആരോഗ്യം, ദീർഘായുസ്, ഐശ്വര്യം, വിവേകബുദ്ധി, ശാന്തി എന്നീ 5 സർവപ്രധാന മൂല്യങ്ങൾ ആശീർവാദത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ ആത്മനിർദ്ദേശങ്ങൾ സ്ഥൂലതലത്തിൽ നമ്മുടെ ശരീരകോശങ്ങളിലും സൂക്ഷ്മതലത്തിൽ ആത്മപ്രബുദ്ധതയിലും വിശുദ്ധമായ മുദ്രകൾ പതിപ്പിക്കുന്നു. ആത്മനിർദ്ദേശങ്ങളോടെ ആശീർവദിക്കുമ്പോൾ ആത്മീയ മുദ്രകൾ നമ്മിൽ പ്രവർത്തിക്കുകയും അവ നാം അറിയാതെ അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്വയം അനുഗ്രഹിക്കുന്നതിൽ സ്വാർത്ഥതയുടെ അംശമില്ലേ? നിങ്ങളുടെ ചോദ്യം തികച്ചും ന്യായം തന്നെ. പക്ഷേ സ്വയം അനുഗ്രഹിക്കുന്നതിൽ തെല്ലും സ്വാർത്ഥതയില്ലെന്ന സത്യം തിരിച്ചറിയുക. ആരോഗ്യമില്ലാത്ത മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾക്കെങ്ങനെ ജീവിതയാത്രയുടെ ലക്ഷ്യമായ ആത്മപ്രബുദ്ധത കൈവരിക്കാനാകും? മാനവ സേവ ചെയ്യാനാവും? നിങ്ങളിലുള്ള സഹജ സ്നേഹവും ദീനദയാലുത്വവും പ്രാവർത്തികമാകണമെങ്കിൽ ഉറച്ച മനസ്സും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഉപാധികളാണ്. അതുമല്ല, നിങ്ങൾ ശരീരവും മനസ്സും ക്ഷീണിച്ച ഒരു രോഗാതുരനാണെന്ന് സങ്കല്പിക്കുക. സമൂഹത്തിന് രോഗഗ്രസ്തനായ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിനും ദേശത്തിനും നിങ്ങളൊരു തീരാ ഭാരമായി ഭവിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ട നഷ്ടത്തെ ഒഴിവാക്കുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ശാന്തിക്കുമായി നാം സ്വയം അനുഗ്രഹിക്കുമ്പോൾ അതൊരു നിസ്സാർത്ഥ കർമ്മമായി മാറുകയാണ്. ഈ വീക്ഷണകോണിലൂടെ നോക്കിയാൽ ആത്മാശീർവാദം പരോക്ഷമായ ഒരു സമുദായ സേവനമാണെന്ന സത്യം നിങ്ങൾക്ക് ബോധ്യമാകും. അങ്ങനെ സ്വയം അനുഗ്രഹിച്ചതിന് ശേഷം അടുത്തതായി നാം ജീവിത പങ്കാളി അനുഗ്രഹിക്കണം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തവും ശ്രേഷ്ഠവുമായ സൗഹൃദം ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ആത്മബന്ധമാകുന്നു.
ശാരീരിക തൃഷ്ണകൾ, വൈകാരിക സുരക്ഷിതത്വബോധം, വികാര നിയന്ത്രണം, സുഖദുഃഖങ്ങളുടെ പങ്കുവയ്ക്കൽ, പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ആശയങ്ങളുടെയും വിനിമയം, ജീവിത യാഥാർത്ഥ്യങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ പങ്കുവയ്ക്കൽ, ഇവയെല്ലാം ഏറ്റവും മധുരമായും ശക്തമായും നടക്കുന്നത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലാണ്. ജീവിത പങ്കാളിക്കിടയിലെ സൗഹൃദത്തിന് മതിലുകളില്ല, സ്വാർത്ഥതയുടെ വേർതിരിവുകളില്ല. അതൊരു ധന്യജീവിതത്തിന്റെ പരിപൂരകമാണ്. അതിനാൽ ഈ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തേണ്ടതും ഓരോ വ്യക്തിയുടെയും അതിപ്രധാനമായ കർത്തവ്യമാണ്. പരസ്പരം ആശീർവദിക്കുന്നതിലൂടെ ഈ സൗഹൃദം പുഷ്കലമാക്കപ്പെടും. ജീവിത പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവിശ്വാസങ്ങളും സാമഞ്ജസ്യവും എല്ലാ ഐശ്വര്യങ്ങളെയും കൈവരുത്തും. അതുപോലെ വിവാഹ കുടുംബജീവിതത്തിൽ പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന വിദ്വേഷം, ക്രൂരമായ പെരുമാറ്റം, പീഡനം, മറ്റു ചപലതകൾ എന്നിവ അപകടം, രോഗം, ധനമാന നഷ്ടങ്ങൾ, മരണം തുടങ്ങി നിരവധി ദുരിതാനുഭവങ്ങളിൽ ചെന്ന് അവസാനിക്കും. ജീവിത പങ്കാളികൾക്കിടയിൽ അനസ്യൂതമായ ചിന്താതരംഗങ്ങൾ പ്രതിപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ രണ്ടു വ്യക്തികളിലും അവയുടെ സ്വാധീനം വളരെ പ്രബലമാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ ശാപവചനങ്ങൾ മരണഹേതുകമായി വരെ മാറാം. കലഹവും അവിശ്വാസവും നിൽക്കുന്ന കുടുംബങ്ങളിൽ അപകടവും മഹാരോഗങ്ങളും വിട്ടുമാറാതെ നിൽക്കുന്നതിന്റെ രഹസ്യം മറ്റൊന്നല്ല. സുദൃഢമായ ഭാര്യാഭർത്തൃബന്ധം ജീവിത വിജയത്തിനും ആത്മീയോന്നമനത്തിനും ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്തു വില കൊടുത്തും വിട്ടുവീഴ്ചകൾ ചെയ്തും ഈ ഗാഢ സൗഹൃദം നിലനിർത്തിയേ പറ്റൂ. ഈ മഹാസൗഹൃദം അരക്കെട്ടുറപ്പിക്കാൻ ആശീർവാദത്തെ പോലെ ഫലവത്തായ മാർഗം ഇല്ല തന്നെ. മൂന്നാമതായി ആശീർവദിക്കേണ്ടത് സ്വന്തം മക്കളെയാണ്. നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ആത്മാവിന്റെ പ്രകാശനങ്ങളാണ്. നമ്മുടെ ജന്മവാസനകളും കർമ്മമുദ്രണങ്ങളും പാരമ്പര്യജന്യ സംസ്കാരങ്ങളും നമ്മുടെ മക്കളിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. സന്താനങ്ങൾ നന്നായി വളരണമെന്നും ജീവിത വിജയം കൈവരിക്കണമെന്നും സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാകണമെന്നും ഏതു മാതാപിതാക്കളുടെയും ഉത്കടമായ ആഗ്രഹമാണല്ലോ. സന്താനങ്ങൾ നന്നായി വളരണമെന്നും ജീവിത വിജയം കൈവരിക്കണമെന്നും സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാകണമെന്നും ഏതു മാതാപിതാക്കളുടെയും ഉത്കൃഷ്ടമായ ആഗ്രഹമാണല്ലോ. അവർ ഈ മണ്ണിൽ ജാതരായിട്ടുള്ളത് നമ്മിലൂടെയാണ്. അവരെ നന്നായി വളർത്തേണ്ടതും പരിപാലിക്കേണ്ടതും നമ്മുടെ കടമയാണ്. ആയതിനാൽ മക്കളെ ഓരോരുത്തരെയായി നാം ആശീർവദിക്കേണ്ടതുണ്ട്. അടുത്ത സ്ഥാനം കൂടപ്പിറപ്പുകൾക്കാണ്. ഒരേ മാതാപിതാക്കളുടെ ജീവശക്തിയാണ് ഓരോ മക്കളിലും. സഹോദരീ സഹോദരന്മാർ ഒരേ പുസ്തകത്തിന്റെ പുനഃപ്രകാശനം എന്നതുപോലെയാണ്. ഒരു വ്യത്യാസം മാത്രം, അവരുടെ ജീവിതഘട്ടം തുടങ്ങിയത് നിങ്ങളുടേതിന് മുൻപോ പിൻപോ ആണെന്ന് മാത്രം. നിങ്ങളെന്താണോ അതുതന്നെയാണ് അവരും. അവരുടെ ചിന്തയും പ്രവൃത്തിയും നിങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. സഹോദരങ്ങളുമായുള്ള സ്വരച്ചേർച്ചയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി നാം അവരെ അനുഗ്രഹിക്കേണ്ടത് അതിപ്രധാനമാണ്. അടുത്തതായി നാം അനുഗ്രഹിക്കേണ്ടത് സുഹൃത്തുക്കളെയാണ്. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടാണ്. നല്ല സൗഹൃദം അമൂല്യമാണ്. അത് സുഖാവസ്ഥയിലാണെങ്കിലും ദുരവസ്ഥയിലാണെങ്കിലും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായേക്കാമെങ്കിലും വളരെ കുറച്ച് പേരോട് മാത്രമേ നമുക്ക് ഗാഢ സൗഹൃദം സാധ്യമാകൂ. അവർ മാത്രമേ സുഖത്തിലും ദുഃഖത്തിലും നമുക്കൊപ്പം നടക്കുവാൻ കാണുകയുള്ളൂ. ധ്യാനാനന്തരം സുഹൃത്തുക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുമായുള്ള സൗഹൃദം കൂടുതൽ ശക്തവും ദീപ്തവുമാകുന്നു. ഇനി നാം അനുഗ്രഹിക്കേണ്ടത് നമ്മുടെ സഹപ്രവർത്തകരെയാണ്. പ്രവൃത്തി മേഖലയിൽ നമുക്ക് മേലധികാരികളും കീഴിൽ സഹായികളും ഉണ്ടായിരിക്കും. ദൈനംദിന കർമ്മ സപര്യയിൽ സഹപ്രവർത്തകരുമായുള്ള ഐക്യമത്യം പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. അതിനാൽ സഹപ്രവർത്തകരെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കണം. കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടത് കുടുംബ സമാധാനത്തിന് അത്യാവശ്യമാണ്. മേൽപ്പറഞ്ഞ വ്യക്തികളെ മാത്രമല്ല, ജീവിത കർമ്മമണ്ഡലത്തിൽ നാം നിത്യേന ഇടപഴകുന്ന വ്യക്തികളെ അവരുമായുള്ള ബന്ധത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കേണ്ടതും സർവ്വ പ്രധാനം തന്നെ. അടുത്തതായി നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത് ശത്രുക്കളെന്ന് നാം കരുതി അകറ്റി നിർത്തുന്ന വ്യക്തികളിലേക്കാണ്. ശത്രുവിനോട് നാം ആന്തരികമായി സംവദിക്കുന്നത് ഇപ്രകാരമായിരിക്കണം: യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. അഥവാ എന്നോട് നിങ്ങൾ ശത്രുതാ മനോഭാവം പുലർത്തുന്ന പക്ഷം അതിന്റെ പേരിൽ ഞാൻ എന്റെ മനസ്സമാധാനം നശിപ്പിക്കാനോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനോ തയ്യാറല്ല. അങ്ങനെ ചെയ്യുന്നത് ഒരാവശ്യമായി ഞാൻ കരുതുന്നുമില്ല. അപരന് നമ്മോടുള്ള വിരോധം മാറ്റിയെടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ പോംവഴി ആ വ്യക്തിയെ മനസ്സാ അനുഗ്രഹിക്കുക എന്നതാണ്. പ്രസ്തുത കർമ്മം കൊണ്ട് നമുക്കൊരു ഛേദവും വരാനില്ലെന്ന് മാത്രമല്ല, വ്യക്തിയുടെ മനസ്സിലെ വിദ്വേഷം പാടെ അകലുകയും ക്രമേണ സൗഹൃദഭാവം വളർന്നു വരികയും ചെയ്യും. ഈ വസ്തുത ഓരോ വ്യക്തിയും ജീവിതത്തിൽ പരീക്ഷിച്ചറിയേണ്ടതാണ്.
അവസാനമായി നാം ലോകത്തെ, ഭൂഗോളത്തെ, മനുഷ്യരാശിയെ ഒട്ടാകെ അനുഗ്രഹിക്കുന്നു. സമസ്ത സൃഷ്ടികളെയും ആശീർവദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തോളം വികസിക്കുന്നു. പ്രാചീന മനുഷ്യൻ മുതൽ ഈ നിമിഷം പിറന്നു വീണ പിഞ്ചു പൈതൽ വരെ പരിണാമ പ്രക്രിയയിലൂടെ ആർജിച്ചിട്ടുള്ള കർമ്മ സംസ്കാരങ്ങളാണ് മാനവ സംസ്കൃതിയായി നിലനിൽക്കുന്നത്. ഈ ഭൂമുഖത്ത് പുലരുന്ന ഓരോ വ്യക്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനേറ്റവും മികച്ച ലളിതമായ ഉദാഹരണം നാം ഭുജിക്കുന്ന ഒരു പിടി ആഹാരമാണ്. എത്ര രാജ്യങ്ങൾ, എത്ര സമൂഹങ്ങൾ ഈ ഒരു പിടിച്ചോറിൽ സമ്മേളിച്ചിരിക്കുന്നു. ധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശത്തെ ഒരു ഊരിലെ കൃഷിയിടത്തിലാണെങ്കിൽ പല വ്യഞ്ജനങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ നിന്നായിരിക്കും. ഈ ആഹാരം പാചകം ചെയ്തിട്ടുള്ളത് തെക്കേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഭക്ഷ്യ എണ്ണയിൽ, ചൈനയിൽ നിർമ്മിക്കപ്പെട്ട പാചകോപകരണങ്ങൾ കൊണ്ടായിരിക്കും. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദ്രവ്യങ്ങൾ കൊണ്ടാണെന്ന, വിവിധ മനുഷ്യരുടെ പ്രയത്ന ഫലമാണെന്ന തിരിച്ചറിവ് നമ്മെ വിനയാന്വിതരാക്കുന്നു. ഒരു ഭൂഗോളം മാതൃക പരിശോധിച്ചാൽ ഈ ഭൂപ്രകൃതി ഒന്നാകെ പരസ്പരം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം. സമുദ്രങ്ങളും അന്തരീക്ഷവും എല്ലാം ഒന്നു തന്നെ. ഒരു പ്രകൃതി ദുരന്തം ഒരു ഭൂമേഖലയിൽ സംഭവിക്കുമ്പോൾ ലോകമൊട്ടാകെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നു. അതിനാൽ ഭൂമണ്ഡലത്തെയും അതിൽ പുലരുന്ന മനുഷ്യരാശിയെ ഒട്ടാകെയും നാം സദാ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേണ്ടതാകുന്നു. ലോക സമാധാനത്തിനും ക്ഷേമത്തിനുമായി ഓരോ രാജ്യത്തിന്റെയും ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും നമുക്ക് ആശീർവദിക്കാം. അവർക്ക് ശരിയായ ലക്ഷ്യബോധവും ഭരണപരമായ കാര്യങ്ങൾ സഹാനുഭൂതിയോടെയും കാര്യക്ഷമതയോടെയും സഹിഷ്ണുതയോടെയും നിർവഹിക്കാനുള്ള ശക്തിയും പ്രദാനം ചെയ്യണമേ എന്ന് മനസ്സാ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവരെ അനുഗ്രഹിക്കാം. ആക്രമണത്തിന്റെയും അധിനിവേശത്തിന്റെയും ചൂഷണത്തിന്റെയും ആയുധ പന്തയത്തിന്റെയും മാർഗത്തിൽ നിന്ന് ലോകശക്തികൾ പിന്മാറട്ടെ എന്ന് നമുക്ക് ആശീർവദിക്കാം. ഇപ്രകാരം സ്വയാനുഗ്രഹത്തിൽ നിന്ന് തുടങ്ങി ലോകാനുഗ്രഹം വരെ ചിട്ടയോടുകൂടി മുറ തെറ്റാതെ നാം ആശീർവാദ കർമ്മം ദൈനംദിന ജീവിതത്തിൽ നിർവഹിക്കേണ്ടതാണ്. തുടക്കത്തിൽ ഇതൊരു അനുഷ്ഠാനമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്താണ് അനുഷ്ഠാനം? ഒരു പ്രത്യേക ഫലസിദ്ധിയെ കാക്ഷിച്ചുകൊണ്ട് നിരന്തരം അർപ്പണബുദ്ധിയോടെ ചെയ്തു പോരുന്ന കർമ്മമാണല്ലോ അനുഷ്ഠാനം. ഒരു ചടങ്ങ് പോലെ ആരംഭിക്കുന്ന ആശീർവാദ കർമ്മം ക്രമേണ മനസ്സിൽ വേരൂന്നി വളർന്ന് ആസ്വാദ്യകരമായ സുശീലമായി വികസിക്കും. എത്രയും കൂടുതൽ ആത്മാർത്ഥതയോടെ നാം ആശീർവദിക്കുന്നുവോ അതുമേൽ പ്രകൃതിയും സമൂഹവുമായുള്ള നമ്മുടെ സാമഞ്ജസ്യം വർദ്ധിച്ചു വരുന്നത് കാണാം. അനുഗ്രഹ വർഷത്തിന്റെ അവസാനം നാം പ്രകൃതിയോടും പ്രപഞ്ചത്തോടും സർവശക്തനോടും താദാമ്യം പ്രാപിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. പരമാത്മ ചൈതന്യം നമ്മിൽ പ്രകാശിക്കുകയും നമ്മിലൂടെ പ്രസരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. മറ്റ് ആധ്യാത്മിക സാധനകൾ പോലെ ആശീർവാദവും നമ്മെ ബ്രഹ്മസായുജ്യം എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ സഹായിക്കുന്നു. സംഗ്രഹം: നാമെല്ലാം പ്രപഞ്ചത്തിന്റെ തരംഗ മേഖലകൾക്കുള്ളിലാണ്. ചരത്തിൽ നിന്നായാലും അചരത്തിൽ നിന്നായാലും അവയിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിക തരംഗം അത് ചെന്നുമുട്ടുന്ന വസ്തുവിനെയും ചുറ്റുപാടുള്ള അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നു. ഒരു ദ്രവ്യത്തിൽ നിന്നോ ജീവിയിൽ നിന്നോ പ്രസരിക്കുന്ന തരംഗങ്ങളുടെ ഗുണങ്ങൾ അവ ചെന്നുമുട്ടുന്ന വസ്തുവിനെയും ജീവിയെയും സ്വാധീനിക്കും. ചിന്തയുടെ കാര്യം വ്യത്യസ്തമല്ല. ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഉദ്ഗമിക്കുന്ന ചിന്തകൾ മറ്റു വ്യക്തികളെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കും. ആശീർവാദ കർമ്മം കൊണ്ട് നമുക്ക് സ്വന്തം വ്യക്തിത്വത്തെ വിശദീകരിക്കാനാകുന്നതോടൊപ്പം മറ്റുള്ളവരിൽ ശ്രേഷ്ഠ ചിന്തകൾ ഉദ്ദീപിപ്പിക്കുവാനും കഴിയും. അതിനാൽ അനുഗ്രഹം ഒരു നിഷ്ഠ പോലെ ആചരിക്കുന്ന കർമ്മയോഗി ആത്മശാന്തിക്കും ലോകശാന്തിക്കും വേണ്ടി സ്വന്തം മനശരീരങ്ങളെ, ജീവിത പങ്കാളിയെ, സന്തതികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മേലധികാരികളെ, സഹായികളെ, ശത്രുക്കളെ, അവസാനം പ്രപഞ്ച സമൂഹത്തെ ഒട്ടാകെ ആശീർവാദം ചെയ്യുന്നു. ഈ സൽക്കർമ്മത്തിന്റെ ലക്ഷ്യം ലോകസമാധാനം എന്ന മഹത്തത്വമാണ്. ആത്മശാന്തിയിലൂടെ, സമൂഹശക്തിയിലൂടെ മാത്രമേ ലോകസമാധാനം കൈവരികയുള്ളൂ എന്ന പരമാർത്ഥം മനുഷ്യരാശി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.